ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കണ്ണിൻ്റെ കൃഷ്ണമണി വരച്ചാലോ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വരയ്ക്കുന്ന പോലെ ഒരു ചെറിയ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അത് നമുക്ക് ഏത് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. നമുക്ക് വേണ്ടത് ഒരു ഡാർക്ക് പെൻസിലും ഒരു നോർമൽ പെൻസിലുമാണ്. അപ്പോൾ ഞാൻ നോർമൽ പെൻസിൽ കൊണ്ട് ഒരു വലിയ സർക്കിൾ വരച്ചു. ഓക്കെ, അതിനുശേഷം അതിനുള്ള ഇതുപോലെ ഒരു കുഞ്ഞു സർക്കിളും വരയ്ക്കാം. അതിനുശേഷം ലൈറ്റ് ഷെയ്ഡുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം ഒരു ബഡ്സ് യൂസ് ചെയ്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ചെറിയ സർക്കിളിൽ വരച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് ബഡ്സ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഡാർക്ക് ഷെയ്ഡിലുള്ള പെൻസിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അത് ഉള്ളിലുള്ള സർക്കിളും ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഡാർക്ക് ഷെയ്ഡ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് ജസ്റ്റ് ബഡ്സ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൃഷ്ണമണീൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എറേസർ എടുത്തിട്ടാണ് കേട്ടോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ണിന് വേറെ തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും എറേസ് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. കണ്ടോ, ആ ഒരു വൈറ്റ് എറേസർ വെച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അതിന് ഒരു റിയലിസ്റ്റിക് വരുന്നത്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഡാർക്ക് പെൻസിലിൻ്റെ അതിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇങ്ക് പെൻ യൂസ് ചെയ്തിട്ട് ആ ഔട്ട്ലൈനും അതുപോലെ സെൻറ്ററിലുള്ള ആ ബ്ലാക്ക് പോർഷനും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.